ശ്രീ ബി എൻ ഹസ്കർ രണ്ട് കാര്യങ്ങൾ അബിൻ വർക്കി പറഞ്ഞത്. ഒന്ന്, പെൻഷൻ വാങ്ങിക്കാൻ പോകുന്നില്ല ഇവിടെ ഈ മർദ്ദകവീരന്മാരായ പല പോലീസുകാരും. രണ്ട്, ആർഷോയോടും എസ് എഫ് ഐയുടെ വനിതാ പ്രവർത്തകരോടുമുള്ള പോലീസിന്റെ വാത്സല്യം. വേണു, നാളെ ശൂരനാട് രക്തസാക്ഷി ദിനമാണ്. ശൂരനാട് രക്തസാക്ഷി ജന്മിത്വത്തിനെയും നാടുവാഴിത്വത്തിനെതിരെ നടത്തിയിട്ടുള്ള വലിയൊരു കലാപമായിരുന്നു. ആ കലാപത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് നാളെ. അന്ന് ഞാനത് ഓർമ്മിപ്പിക്കുന്നത്, ശൂരനാട് കലാപത്തിന് ശേഷം പോലീസ് നടത്തിയിട്ടുള്ള നരനായിട്ടുണ്ട്. ശൂരനാട് എന്നൊരു നാടിന് വേണ്ട എന്ന് പ്രഖ്യാപിച്ചത് അന്നത്തെ കോൺഗ്രസ് നേതാവാണ്. അതിനുശേഷം അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ അന്ന് നടത്തിയിട്ടുള്ള സമരം എന്ന് പറയുന്നത് ഒരു കോസ് ഉണ്ടായിരുന്നു. 90കളുടെ തുടക്കത്തിൽ നടത്തിയിട്ടുള്ളൊരു സമരമുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള സമരം. അതിനൊരു കോസ് ഉണ്ട്, ഒരു മുദ്രാവാക്യമുണ്ട്. ഇവിടെ എന്താ മുദ്രാവാക്യം? ഇപ്പൊ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരത്തിന്റെ മുദ്രാവാക്യം എന്താ? തങ്ങളുടെ വ്യാജ രേഖകൾ തയ്യാറാക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഞങ്ങളാരും പറഞ്ഞതല്ല, ഈ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞതാ, ആ അധ്യക്ഷനായി എന്ന് പറയുന്ന വ്യക്തിയെ സെക്രട്ടേറിയറ്റിലേക്കുള്ളിൽ അതിക്രമിച്ചു കടന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസിന്റെ കൈത്തണ്ട തല്ലി ഓടിച്ചതിന് 333 എന്നടക്കം 10 വർഷം ഗുരുതര ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതരകരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തു എന്നുള്ള ആരോപണ വിധേയനായി കോടതി മുമ്പാകെ ഹാജരാക്കപ്പെട്ടുള്ളതാണ്. കോടതി നമ്മൾ കണ്ടതാണല്ലോ. തലേ ദിവസം രാഹുൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തൊക്കെ തന്നെയാണ്. തലേ ദിവസം വരെ ആരോഗ്യപരമായി കോടതി മുമ്പാകെ നടന്നിട്ട്, പൊതുമധ്യത്തിൽ നടന്നിട്ട് കോടതി മുമ്പാകെ വന്ന് പറയാണ് തനിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന്. കോടതി എന്താ ചെയ്തേ? മെഡിക്കൽ ബോർഡിന് വിടുന്നു. മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ അത്തരം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ രാഹുലിനില്ല എന്ന് മെഡിക്കൽ ബോർഡിനൊന്നും അല്ല. അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 5 മിനിറ്റോളം തിരിച്ച് കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് ന്യൂറോളജിസ്റ്റ് അടക്കം ന്യൂറോളജിസ്റ്റിന്റെ അടക്കം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അസത്യമല്ല ഞാൻ പറയുന്നത്, ന്യൂറോളജിസ്റ്റ് ആണ് അല്ല. ഇനി അങ്ങനെ ഒരു വിദഗ്ധ സംഘം ഉണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ വൈദഗ്ധ്യത്തെക്കാൾ രാഷ്ട്രീയ വൈദഗ്ധ്യം ഉള്ളവരാണ് എന്ന ആക്ഷേപം വന്നിട്ടുണ്ട്. അവരുടെ വൈദഗ്ധ്യം മെഡിക്കൽ രംഗത്തല്ല. അല്ല, അങ്ങനെ പറയാലോ. നമുക്ക് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാത്തവരെ അങ്ങനെ നമുക്ക് പറയാം. പോട്ടെ, ആ കോസാണ്. അല്ലാതെ കേരളത്തിലെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്കെതിരെ നടത്തുന്ന ഒരു വലിയ സമരമൊന്നുമല്ല യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. ഒരു രാഷ്ട്രീയ സമരവും ഒരു മുദ്രാവാക്യവും ഇല്ലാത്ത ഒരു സമരം. ആ സമരം തെരുവിൽ അക്രമാസക്തമാകുമ്പോൾ ആ സമരത്തെ പോലീസ് നേരിടും. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ടെർമിനോളജിയിൽ ഇടതിന്റെ ഇടത്തേയറ്റം എന്ന് പറഞ്ഞൊരു പദമുണ്ട്. ആ പദം ഉപയോഗിക്കുന്നത് ചില പഴയ SFIക്കാരും പഴയ DYFIക്കാരും എന്ന് 2 തരത്തിലുള്ള ആളുകളുണ്ട്. പഴയ SFIക്കാരിലെ മഹാഭൂരിപക്ഷക്കാരും തങ്ങളുടെ പ്രസ്ഥാനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സദാ ജാഗരൂകരായിരിക്കും. ചില ആളുകൾ പണ്ട് കൊണ്ട തല്ലിന്റെ കണക്ക് പറഞ്ഞ് പ്രസ്ഥാനത്തെ അനവസരത്തിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആക്രമിക്കാമെന്ന് കഴിയുമോ അതൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ചില റിവിഷനിസ്റ്റുകളായി പ്രസ്ഥാനത്തിന്റെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് പുറത്തുപോയിട്ടുള്ള ആളുകളാണ്. അവർ ചില ആട്ടും തോലിട്ട ചെന്നായിക്കളെ പോലെ മറ്റു പേരുകളിൽ വന്നിരുന്ന് അവസരം കിട്ടുമ്പോഴെല്ലാം ഈ പ്രസ്ഥാനത്തെ ആക്രമിക്കും. അവരെ ഞങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും അവരെ എങ്ങനെയാണ് അവരുടെ വിമർശനങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നതെന്നും ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് പഴയ തല്ലിന്റെ കണക്ക് പറഞ്ഞ് ബാലകൃഷ്ണനെ പോലുള്ള ആളുകൾ ഞങ്ങൾ തല്ലുകൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇലക്ട്രിക് ബാറ്റർ എന്ന് പറഞ്ഞൊരു സാധനം കേരളത്തിലെ പോലീസ് SFI DYFI നേതാക്കന്മാർക്ക് നേരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നേ. വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിയിട്ടുണ്ടെന്നേ. വിദ്യാർത്ഥി സംഘടനാ നേതാവായിരുന്ന ഒരു നേതാവിനെ കയ്യാമം വെച്ച് പോലീസ് പരീക്ഷയ്ക്ക് കൊണ്ടിരുത്തിയിട്ടുണ്ടെന്നേ. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്, നടാടെയെന്നല്ല. അത് തുടരണോ എന്നുള്ളത് മനുഷ്യത്വപരമായി മനുഷ്യാവകാശപരമായി പരിശോധിക്കേണ്ട ചോദ്യം തന്നെയാണ്. അത്തരത്തിൽ പോലീസ് ജനങ്ങൾക്കു നേരെ മർദ്ദനോപകരണമായി മാറാൻ പാടില്ല. പക്ഷേ ഹസ്കർ, വളരെ ലളിതമായൊരു ചോദ്യമുണ്ട്. ആർഷോയോടും SFIയിലെ വനിതാ സഖാക്കളോടും ഈ പോലീസ് കാട്ടുന്ന സമീപനം എന്താണ്? അപ്പൊ നിങ്ങൾ പറയും കോസ് എന്ന്. പോലീസ് ഈ കോസ് നോക്കിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഗവർണർക്കെതിരെയുള്ള SFIയുടെ സമരം വളരെ ശരിയാണ്, അപ്പോൾ അവരെ അനുഭാവത്തോടെയാണ് സമീപിക്കേണ്ടത്. അങ്ങനെയാണോ പോലീസ് ഇറങ്ങുന്നത്? ഇനിയിപ്പോ ഈ കടമ്മനിട്ടയിലെ വിദ്യാർത്ഥിനിയുടെ കാര്യം പറയുകയുണ്ടായി അബിൻ. അതുമായി ബന്ധപ്പെട്ട ക്യാമ്പസിൽ പോയി അതുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കുമ്പോൾ ഈ പിടിക്കേണ്ട ആളെ
കോടതി പോലും കൈവിട്ട പിടിക്കേണ്ടയാൾ അവിടെ നിൽപ്പുണ്ട്. അയാൾക്ക് പരിരക്ഷയാണ് കിട്ടുന്നത്. ഇതൊക്കെ അബിൻ വർക്കിക്കൊന്നും പറയാൻ പോലും പാടില്ല. അപ്പോ പി രാജീവിനെ സ്വപ്നദർശനം പോലെ കണ്ടുകൊള്ളണം. അയ്യോ അന്ന് രാജീവിന് അടി കിട്ടി, അപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന കടമ്പനിട്ടയിലെ കുട്ടിയെ പറ്റി പറഞ്ഞുകൂടാ. അയ്യോ പി ബിജുവിനെതിരെ നിറയൊഴിക്കാൻ നോക്കി, അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഷാഫിക്കെതിരെ ഒന്നും പറഞ്ഞുകൂടാ. അങ്ങനെയാണോ അബിനൊക്കെ ഈ പറയുന്ന നിങ്ങൾ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ ശരിക്കും ശരിയായ രൂപത്തിൽ മൂത്ത് പഴുക്കേണ്ടത്? അതിനുള്ള പാഠശാലയാണോ ഈ പോലീസ് എന്ന സംവിധാനത്തിന്റെ പേര് മാറ്റി ഇപ്പോൾ നിങ്ങൾ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വേണു, ഒരു ജനകീയ സമരത്തെയും പോലീസ് ആക്രമിച്ചു കീഴടക്കാൻ പാടില്ല, മർദ്ദനോപകരണമായി പോലീസ് മാറാൻ പാടില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. പക്ഷെ ജനകീയ സമരത്തിന്റെ കോസ് നോക്കിയല്ല പോലീസ് ഇടപെടാറുള്ളത്. ആ സമരങ്ങളിൽ എത്രമാത്രം അക്രമാസക്തമാകുന്നു നിങ്ങൾ കണ്ടതല്ലേ സെക്രട്ടേറിയറ്റിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്? നിങ്ങളുടെ കയ്യിൽ ആ ദൃശ്യങ്ങളില്ലേ? ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറയുന്നു മുൻപത്തെ UDF സർക്കാരുകൾ എങ്ങനെയൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്ന്. സെക്രട്ടേറിയറ്റ് മുന്നിൽ, അതാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള അതേ സമരരീതി തന്നെയാണ് ഡിസംബർ 20 കണ്ടിട്ടുള്ളത്. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും സമര തീവ്രത യൂത്ത് കോൺഗ്രസ് കൈവരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അബിനോടൊക്കെ നമുക്കൊരു ബഹുമാനം തോന്നുന്നത്. ഇപ്പൊ ചെറിയ ഫിലിപ്പിൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഇവർ വരട്ടെ പിടിച്ചെടുക്കട്ടെ എന്ന്. ഒരു ഊർജമാണ് ആ സംവിധാനത്തിന് മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസിൽ നിന്ന്. അത് എത്രമാത്രം ഉൾക്കൊള്ളുന്നു, നിരന്തരം ഉൾക്കൊള്ളുന്നു എന്ന ആരോഗ്യകരമായ ചോദ്യമാണ് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഫിലിപ്പ് ചോദിച്ച അതേ ചോദ്യം തന്നെ അബിൻ. ഞാൻ അബിനിലേക്ക് വരാം. ശ്രീ ഹസ്കർ തുടർന്നോളൂ. 90കളുടെ തുടക്കത്തിൽ വിദ്യാർത്ഥി സമരത്തിന്റെ നേതൃനിരയിൽ നിന്നൊരാളാണ് ഞാൻ. ഞങ്ങളുടെയൊക്കെ സമരത്തെ പോലീസ് അന്ന് നേരിട്ടത് എങ്ങനെയാണെന്ന് നല്ലതുപോലെ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ വീടുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരികെ വരുമില്ല എന്ന ഒരു ഉറപ്പും ഞങ്ങൾ വീട്ടിൽ കൊടുക്കാതെയാണ് വന്നിട്ടുള്ളത്. പലപ്പോഴും തിരികെ പോകാനും ആയിട്ടില്ല. പല ദിവസങ്ങളും പകലുകളും ഞങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സമരങ്ങൾ ക്യാമ്പസിന്റെ മുന്നിലെത്തുമ്പോൾ തന്നെ പോലീസ് ക്യാമ്പസിനുള്ളിലേക്ക് ഇരച്ചു കയറി ക്യാമ്പസിനുള്ളിലിട്ട് വിദ്യാർത്ഥിനികളെ തല്ലിച്ചതച്ച ചരിത്രമുണ്ടെന്നേ. അതൊക്കെ ഇപ്പോഴും പല ക്യാമ്പസുകളിലും ആ മതിൽപ്പാടുകളിൽ അതിന്റെ ചോരപ്പാടുകൾ ഉണങ്ങാതെ ഇപ്പോഴുമുണ്ട്. അപ്പോൾ ആ സമരങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാ. സമരങ്ങളെ നേരിട്ട രീതി, പോലീസ് നേരിട്ട രീതി, ആ രീതിയുടെ തുടർച്ചയാണ് എന്ന് കരുതിയല്ല ഞാനിത് പറയുന്നത്. അങ്ങനെയല്ല. അന്നത്തെ പോലീസ് അങ്ങനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധ സ്വഭാവമായിരുന്നു അത്. അങ്ങനെ കാണണം, ഭരണകൂട ബന്ധത്തോടെ തന്നെ കാണണം. അങ്ങനെ വരുമ്പോ നിങ്ങളൊരു വലിയ അബദ്ധത്തിലേക്ക് പോകുന്നു. അവിടെ ശ്രീ NV ബാലകൃഷ്ണനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഇതാണ് പോലീസ് എങ്കിൽ ഇതൊരു ഇടിയൻ പോലീസ് മാത്രമല്ല, ഇതൊരു ഇടിയൻ സർക്കാരും കൂടിയാണ്. പിണറായി പറയുന്നത് കേട്ട് നിൽക്കുന്നതുകൊണ്ട് സതീശൻ ഇടി കിട്ടുന്നില്ല. ഇല്ല എങ്കിൽ മാങ്കൂട്ടത്തിന്റെ അതേ സ്ഥിതി. ഇതാണ് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം. നിങ്ങൾ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് സതീശനായിക്കൂടാ എന്ന് ചോദിക്കുന്നു. അബിൻ പറയുകയാണ് മാങ്കൂട്ടമായി തന്നെ നിൽക്കും, അബിനായി തന്നെ നിൽക്കും. അതാണ് അവരുടെ മറുപടി. നിങ്ങൾ അവരെ അല്ല, ഞാൻ ഹസ്കറെ, നിങ്ങൾ ആരെ സതീശനാക്കി എന്ന അല്ല, നിങ്ങൾ ആരെ സതീശനാക്കി എന്ന മനപ്പായസം ഉണ്ടണ്ട. അതാണ് അബിൻ വർക്കി എല്ലാ പരിമിതിയിൽ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് തുടരും. ഇന്ന് 2 നാളെ 4 അങ്ങനെ വരട്ടം അങ്ങനെ സമരം ചെയ്യണമെന്നേ. അങ്ങനെ സമരോത്സുകതയുടെ ചരിത്രത്തിലൂടെ തന്നെ കടന്നു വരണമെന്നേ. അങ്ങനെ കടന്നു വന്നവരാ ഇന്ന് കേരളത്തിലെ ക്യാബിനറ്റിൽ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം മന്ത്രിമാരും. അങ്ങനെ സമരം ചെയ്യാതെ ഊർജ്ജസ്വലമല്ലാത്ത സമരപാരമ്പര്യമില്ലാത്ത യൂത്ത് കോൺഗ്രസിനെ ഊർജ്ജസ്വലരും സമരപാരമ്പര്യമുള്ളവരുമാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ 2021 അതിന്റെ ഒരു കാരണഭൂതനാകാനായിട്ടാണോ പിണറായി വിജയനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി പദം കൊടുത്തിരിക്കുന്നത് ആണോ? അങ്ങനെ സമരങ്ങളുടെ ചരിത്രം അറിയാത്തവർ, സമരങ്ങൾ ചെയ്യാത്തവർ, അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് യൂത്ത് കോൺഗ്രസ്. നമ്മൾ സ്വാഭാവികമായി കേരളത്തിൽ കണ്ടിട്ടുള്ളതല്ലേ. ഈ യൂത്ത് കോൺഗ്രസിന്റെ ശക്തിയുക്തമായിരുന്ന 70കളിൽ പോലും യൂത്ത് കോൺഗ്രസിന്റെ അങ്ങനെ ഒരു സമര പാരമ്പര്യം ഉണ്ടായിട്ടില്ല കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അവർ നടത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളില്ലാത്തത് കൊണ്ടും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമരം. ശരി, എനിക്ക് വേഗം അബിനിലേക്ക് അബിൻ 2 കാര്യങ്ങൾ. ഒന്ന്, സമരാനുഭവമില്ല നിങ്ങൾക്ക്. 2, നിങ്ങളുടെ സമരങ്ങൾക്കൊന്നും ഒരു കോസ് ഇല്ല. 2-നുള്ള മറുപടി വേഗം.
അതായത് ശ്രീ BN ഹസ്കറൊക്കെ ഈ വന്ന് ഈ റിവിഷനിസ്റ്റിൻ്റെ അപ്പുറം ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ അതായി മാറാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കേരളത്തിലെ കോൺഗ്രസിനും KSUവിനും യൂത്ത് കോൺഗ്രസിനും സമര ചരിത്രമില്ല എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നു വേണു, ഈ കേരളത്തിൻ്റെ ചരിത്രം അറിയാവുന്ന ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കിയ വിദ്യാർത്ഥി പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും കുറിച്ചാണോ പറയുന്നത് നിങ്ങൾ? ഒരെണ്ണ സമരം ഇപ്പോൾ BN ഹസ്കർക്ക് 90-ൽ കോളേജിൽ പോയപ്പോൾ ₹1 ST കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഹസ്കറെ, അതൊന്നും SFIക്കാരനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും സമരത്തിൻ്റെ കുണം കൊണ്ടായിരുന്നില്ല. AK ആന്റണിയും വയലാർ രവിയും പണ്ട് ഒരെണ്ണ സമരം എന്ന പേരിൽ ബോട്ട് പിടിച്ചിട്ട് അതിനെ തുടർന്ന് ബസ്സിലും മറ്റിടങ്ങളിലും വന്ന ST അതുപോലെയുള്ള നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ അനുഭവമാണ് ഹസ്കർ ഉൾപ്പെടെയുള്ളവർ അനുഭവിച്ചത്. അങ്ങനെ എത്രയെത്ര സമരങ്ങൾ. ഇപ്പോൾ ഹസ്കർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ SFIക്കാരൊക്കെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഹസ്കറെ, അതൊക്കെ KSU നടത്തിയ സമരത്തിൻ്റെ പിന്മുറയായിട്ടാണ് സെനറ്റും സിൻഡിക്കേറ്റും രൂപീകരിച്ചത്. കോളേജ് യൂണിയനിൽ SFI ജയിച്ചു വരുന്നുണ്ടെങ്കിൽ ഹസ്കറെ, കോളേജ് യൂണിയൻ ഉണ്ടാക്കിയതും KSUവിൻ്റെ ശ്രമഫലമായിട്ടാണ്. ഇങ്ങനെ കേരളത്തിൽ ഡിറ്റൻഷൻ സമരം നടത്തിയ KSU, അതുപോലെ തന്നെ ഫീസ് ഏകീകരണ സമരം നടത്തിയ KSUവും യൂത്ത് കോൺഗ്രസും. എന്തിന് ബാങ്ക് ദേശസാൽക്കരിക്കണമെന്ന് ആദ്യമായി ഈ രാജ്യത്ത് ഒരു യുവജന സംഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രമേയമായി ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ ചെന്നപ്പോഴാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സമര ചരിത്രം അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ താങ്കളേതോ നിരക്ഷരരുടെ ലോകത്ത് മാത്രമാണ് ജീവിക്കുന്നത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ കോസ് ഇല്ല പോലും. പ്രിയപ്പെട്ട വേണു, ഈ സംസ്ഥാനത്ത് ഇന്നൊരു സമരം ചെയ്യാൻ കോസില്ല എന്ന് വിശ്വസിക്കുന്ന ഏതാനും ചില വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അത് പിണറായി. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സമരം എന്താണ്? രാഹുലിനെ പിടിച്ചകത്തിട്ടത് അതെങ്ങനെയാണ് ഒരു സമര കാരണമാവുക? അല്ല, തീർച്ചയായിട്ടും അതെന്തുകൊണ്ട് സമര കാരണമാകുന്നില്ല വേണു? അതല്ലേ അവിടുത്തെ പ്രശ്നം. ഇപ്പം ഞങ്ങൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനെതിരെ നടന്ന വലിയ അക്രമം, ആ അക്രമത്തിനെതിരായിട്ടാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞു. 40 പ്രവർത്തകർ ജയിലിൽ പോയി. 22 പ്രവർത്തകർ അതിദാരുണമായി അവർ ഹോസ്പിറ്റലൈസ് ചെയ്തു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങളുടെ ഒന്നും ഒരു ഔദാര്യവും വേണ്ട ശ്രീ ഹസ്കറെ. അദ്ദേഹം വേണമെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാ, ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാ, ഞാൻ ആ കേസിലെ പ്രതിയാ, ഞാനും ജയിലിൽ പോകാൻ തയ്യാറാ. ഞങ്ങൾക്കൊന്നും നിങ്ങളുടെ ഒരു ഔദാര്യവും വേണ്ടാന്നേ. പക്ഷേ നിങ്ങൾ എടുക്കുന്ന നയങ്ങളുണ്ട്. എന്താണ്? 20 ദിവസം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി കലോത്സവ വേദിയിൽ ഞാനും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ മാത്രമല്ല അഭിനയൊന്നും തോന്നുന്നത് എനിക്ക് വേഗം ഇടവേളയ്ക്ക് കൂടി 2 അതിഥികളിൽ കൂടെ പോകേണ്ടതുകൊണ്ട് സഹകരിക്കണം എന്ന് മാത്രമല്ല, പരമപ്രധാനമായ ഒരു കാര്യം, ഇവർ ഏറ്റവും വലിയ കുഴപ്പമായി പറയുന്ന വ്യാജരേഖാ വിവാദമുണ്ടല്ലോ, അതിൽ നോട്ടീസ് കൊടുത്തു. ഷോർട്ട് നോട്ടീസിലാണ് വന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ മാങ്കൂട്ടത്തിന്റെ ഇത്തരം കാര്യങ്ങളുള്ള സമീപനം എന്താണ് എന്നത് വ്യക്തവുമാണ്. പുലർച്ചെ പോയി റെയ്ഡ് ചെയ്ത് പിടിച്ചുകൊണ്ടുവരേണ്ട ആളല്ല. അത് പ്രശ്നം തന്നെയാണ് ഹസ്കറെ. ഇനി എന്തൊക്കെ ശൂരനാട് അനുഭവം പറഞ്ഞാലും ഈ ശൗര്യം എന്ന് പറയുന്നത് പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമുള്ളതാണ്.